പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും AR ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഈ ടോർച്ചാണ്. ഇത് GEEPASൻ്റെ ഒരു ടോർച്ചാണിത്. അപ്പോൾ ഇത് കത്തുന്നില്ല, കുറേ നാളിത് ഉപയോഗിക്കാതെ വെച്ച ഒരു ടോർച്ചാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ടോർച്ച് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില പ്രാഥമികമായ കാര്യങ്ങളുണ്ട്. അത് ചെയ്തിട്ടും അത് കത്തുന്നില്ല എങ്കിൽ മാത്രമേ നമുക്ക് അഴിച്ച് അതിൻ്റെ ഉള്ളിലെ സ്വിച്ച് ഭാഗങ്ങളും മറ്റുമൊക്കെ നോക്കിയാൽ മതിയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോർച്ച് കത്താതായാൽ ബാറ്ററിയിൽ പവർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് 2.4 ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ പവർ. 2.4 ആണ് വോൾട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിൽ പവർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് ഒരു മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇതിൽ ബാറ്ററി കറക്റ്റാണ്, 2.5 വോൾട്ടോളം ഇതിലുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലായി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എൻ്റെ ആ ബോഡിയൊക്കെ ഒന്ന് അഴിച്ച് നോക്കാം. കാരണം കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ വയ്ക്കുമ്പോൾ അതിൽ ക്ലാവ് പിടിക്കാൻ സാധ്യതയുണ്ട്. ക്ലാവ് പിടിച്ച് കോണ്ടാക്റ്റ് കിട്ടാതെ വരും. അപ്പോൾ ഇതും കാണുന്നുണ്ട്, ഇതിൽ നന്നായിട്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ട്. ഇത് ഇൻഡാലിയം പോലത്തെ ഒരു സൈസ് മെറ്റലാണിത്. അപ്പോൾ തുരുമ്പ് പിടിക്കത്തില്ല, പക്ഷേ അതിൽ ഒരു സൈസ് വൈറ്റ് പൗഡർ പോലെ വന്ന് ബോഡിയിൽ കറണ്ട് കിട്ടാതെ വരും. അതായത് എർത്താണ് ബോഡി. ഇതിവിടെയൊക്കെ നന്നായിട്ട് റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അല്പം പെട്രോളാണ്. നമ്മുടെ വാഹനത്തിൽ നിന്നൊക്കെ എടുക്കാൻ സാധിക്കും. ഒരു 20 മില്ലി 30 മില്ലി പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് റസ്റ്റൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് W40 ലിക്വിഡ് ഉപയോഗിച്ചൊന്ന് തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റസ്റ്റെല്ലാം പോയി ക്ലീൻ ആവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് കത്തിച്ച് നോക്കിയിട്ട് വീണ്ടും അത് കത്തുന്നില്ല എങ്കിൽ മാത്രമേ അഴിച്ച് ഉള്ളിലെ പാർട്സുകളൊക്കെ നോക്കിയാൽ മതിയാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടോർച്ച് കത്താതായാൽ ഇതുപോലെ കുത്ത് ചെയ്ത് നോക്കുക. ഇതുപോലെ ഇപ്പോൾ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് W40 സ്പ്രേ ചെയ്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ സ്പ്രിങ്ങെല്ലാം നല്ലവണ്ണം തിരിച്ച് കോണ്ടാക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കഴിഞ്ഞാൽ അവിടെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം. പ്രിയമുള്ളവരെ, സാധാരണ പറയാറുള്ളത് തന്നെയാണ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. W40ൻ്റെ ലിക്വിഡാണിത്. നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഒന്നുകൂടെ തുടച്ചെടുക്കാം. ത്രെഡിൻ്റെ ഇടയിലൊക്കെ തുരുമ്പ് പോലെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇതുപോലെ ഒരു കൂർത്ത സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തിയെടുക്കാം. മിക്കവാറും ടോർച്ചുകളൊക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റെഡി ആവാറുണ്ട്.
ഇതുപോലത്തെ ബ്രഷ് തന്നെ വേണമെന്നില്ല. നമ്മുടെ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിലും ഇതുപോലെ ഉള്ളിലുള്ള ആ ത്രെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിൽ വേറെ മെക്കാനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ടോർച്ച് കത്തുന്നതാണ്. ഇനിയും ഇത് കത്തുന്നില്ല എങ്കിൽ നമ്മൾക്ക് മറ്റു ഭാഗങ്ങളൊക്കെ അഴിച്ച് നോക്കിയാൽ മതിയാവും. ബാറ്ററി ഇട്ട് നോക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ടോർച്ച് കത്തുന്നുണ്ട്.